സിസ്റ്റം ആണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രശ്നമായിട്ട് ഞാനിതിനെ കാണുന്നില്ല. പക്ഷേ എന്താണ് ഇതിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് നോക്കിയാൽ പല മെഡിക്കൽ കോളേജുകളുടെയും വരാന്തയിൽ കൂടെ പോലും നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആരാണ് ഈ വരാന്തയിൽ കിടക്കുന്നത്? കേരളത്തിലെ മനുഷ്യരാണ്. നമ്മളിത് പറയുമ്പോൾ പറയും എന്ത് അയ്യോ അങ്ങനെ പറയാൻ പാടുമോ, കാരണം ഇത്രയും ആൾക്കാർക്ക് പിന്നെ വൈദ്യസഹായം കൊടുക്കണ്ടേ, ആരും രോഗികൾ വന്നാൽ മരുന്ന് മേടിക്കണ്ടേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു മെഡിക്കൽ കോളേജിന് വരാന്തയിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെയാണ് ഈ വരാന്തയിൽ കിടക്കുന്ന ആരൊക്കെയാണ്? ഇന്നലെ ഓപ്പറേഷൻ ചെയ്തതും മിനിങ്ങാന്ന് ഓപ്പറേഷൻ ചെയ്ത ആൾക്കാരെയാണ് കൊണ്ടുപോയി കിടത്തുന്നത്. അവരുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. ആരാണ് ഈ വരാന്തയിൽ കിടക്കുന്ന കേരളത്തിലെ ജനങ്ങൾ എന്നറിയോ? കേരളത്തിലെ ജനങ്ങൾ ബിലോ ആവറേജാണ്. ആവറേജ് ആൾക്കാരല്ല എവിടെയാണ് പോകുന്നത്? സ്വകാര്യ മെഡിക്കൽ കോളേജിന്, സ്വകാര്യ ആശുപത്രി കൂടെ ബിലോ ആവറേജ് സാധാരണക്കാരനായ 300 രൂപയ്ക്കും 250 രൂപയ്ക്കും പണിയെടുക്കുന്ന, അല്ലെങ്കിൽ തൊഴിലുറപ്പ് ജോലിക്കുകൾ പോകുന്ന, അല്ലെങ്കിൽ ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വളരെ സാധാരണക്കാരനായ ആൾക്കാരാണ് ഈ പറഞ്ഞ നിരത്ത് കിടക്കുന്ന സാധാരണ രോഗികൾ എന്ന് പറയുന്നത്. സാധാരണ രോഗികൾ എന്നുള്ളതല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്ന ഒരു ആൾ, അല്ലെങ്കിൽ 30,000 രൂപയ്ക്ക് മേലെ ശമ്പളം കിട്ടുന്ന ഒരാൾ ഞാൻ വിചാരിക്കുന്നില്ല മെഡിക്കൽ കോളേജിൽ പോകുന്നു. കാരണം അവൻ്റേതായ ഒരു സംവിധാനം, അവൻ്റേതായ ഒരു ഫെസിലിറ്റിയും അവൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും.